ഫ്രണ്ട്സ്, എജസ് ഫോർ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വലിയ അവധി തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു കള്ളനും പോലീസും കളിക്കാൻ. ഇന്ന് എൻ്റെ കൂടെ കളിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പേരെയും അമ്മാമ്മേനെയും ആൻറ്റീനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമാണ് കള്ളനും പോലീസും. നല്ല രസമാണ്. അങ്ങനെയൊക്കെ കുറേ പണിഷ്മെൻറ്റും ചിരിക്കാനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിലുണ്ട് നന്നായിട്ട് ചിരിക്കാനും ഒക്കെ. അമ്മാമ്മയാണ് ഈ ഗെയിമിലെ പോലീസ്. അപ്പോൾ അമ്മാമ്മ ഞങ്ങൾ 3 പേരെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് കള്ളൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനാണ് രാജാവോ? രാജാവിനെ കയറി കള്ളനെ വിളിച്ച് പോലീസിന് ഒരു ശിക്ഷ കൊടുക്കുവാണ്. ഒരു പാട്ട് പാടണം, പോലീസിന് പാട്ട് പാടണം. എന്താണ് സന്തോഷം? ഇനി കള്ളനെ കണ്ടുപിടിക്കും. ഇവര് 2 പേരില് കള്ളനെ കണ്ടുപിടിക്കും. പോലീസ് കള്ളനെ കണ്ടുപിടിച്ചില്ല. തെറ്റായ ഒരു ഇതാണ് രാജാവിനെയാണ് പറഞ്ഞത്. ഇനി 2 കള്ളന്മാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിലാരാണ് യഥാർത്ഥ കള്ളൻ? ഇപ്പൊ 2 കള്ളന്മാർ ഇവിടെ ഉണ്ട്. ഇതിലാരാണ് യഥാർത്ഥ കള്ളൻ? അവരെ കണ്ടുപിടിക്കുക. യഥാർത്ഥ കള്ളൻ ദേ ഇരിക്കുന്നു. പോലീസിന് ഞാൻ ശിക്ഷ കൊടുക്കുകയാണ്. മന്ത്രിയോട് ലേലു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. എല്ലാരും ഓരോന്ന് വെച്ചെടുക്കാൻ. കുറിയാണ്. ഈ കുറി ഓരോന്ന് വെച്ചെടുത്തോ. ഇഷ്ടമുള്ളെടുത്തോ. നമ്പർ 1, നമ്പർ 2, പോലീസ് അങ്ങനെ കണ്ടുപിടിക്കട്ടെ. കള്ളനെ കണ്ടുപിടിക്കേ. അമ്മാമ കള്ളനാണോ? ഇത് നിങ്ങൾ ആരാ? ശിക്ഷിക്കും പോലീസുകാരൻ. 1, 2, 3, 4, 5. നിങ്ങൾ 2 പേരിൽ നിന്നും അപ്പ നല്ല ഇവിടെ പറഞ്ഞിരുന്നു. നല്ല ചിരിയല്ല, ചിരിക്കാതിരിക്കുന്നുണ്ട്.
കുറ്റം സമ്മതിച്ചിരിക്കുന്നു. കുറ്റം സമ്മതിച്ചിരിക്കുന്നു. നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? എങ്കിൽ നടപ്പാക്കുക. മന്ത്രിയോ രാജാവ് ആരാണെങ്കിലും നടപ്പാക്കുക. വെറുതെ വിടുന്നോണ്ടാണ്. അല്ലയോ മഹാരാജാവേ, ഞാൻ കള്ളനെ കണ്ടുപിടിച്ചിരിക്കുന്നു. കള്ളനെ ശിക്ഷ വിധിക്കൂ. ഞാൻ ഏതായാലും ക്ഷമിച്ചിരിക്കുന്നു. എന്തൊരു വർത്താനത്, എനിക്ക് ശിക്ഷ ഇല്ല, കുറ്റം ചെയ്യുന്നതിനെ വെറുതെ വിടുന്നു. വീണ്ടും വീണ്ടും അവൻ കുറ്റക്കാരനാകും. ഞാൻ കള്ളനായെന്ന് തെളിഞ്ഞപ്പോൾ എന്നെ എന്തിനു വെറുതെ വിട്ടു രാജാവേ? എന്നാ ശിക്ഷ കൊടുത്തേക്ക്, രണ്ടടി കൊടുത്തേക്ക്. എനിക്ക് ശിക്ഷ തരൂ. ഞാൻ നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. കൈ കാണിച്ച് ഇങ്ങനെ വിടർത്തി പിടിച്ചേക്ക്. 2 കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചേക്ക്. ദയാനിധിയായ രാജാവ് കള്ളനോട് ക്ഷമിച്ചിരിക്കുന്നു. ദയാനിധി എടുത്തോ, എല്ലാരും എടുത്തു. എല്ലാരും എടുത്തു. ഓരോരുത്തർ കുറിയെടുത്തോ. നോക്കട്ടെ. എന്താ ചുട്ടിപ്പിടി കാണിക്കരുത്. എന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? കള്ളം വീണ്ടും വന്നല്ലോ. പോലീസ് ആരാ? കള്ളനെ കണ്ടുപിടിച്ചോളൂ. കള്ളം വീണ്ടും വന്നല്ലോ. കാണാനിങ്ങ് പോര് അപ്പ. കൗശലക്കാരനായ കള്ളന്റെ തന്ത്രം പാളി. രാജാവ് ആരാണ് ഇതില് രാജാവ് ആരാ? രാജാവ് അവിടെ തുറന്ന് അതെപ്പോ ഞാൻ കണ്ടില്ല. രാജാവ് വീണ്ടും ഈ കള്ളനെ ശിക്ഷ വിധിച്ചാലും ഒരു പ്രാവശ്യം ക്ഷമിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങ് വെറുതെ വിടരുത്. തക്കതായ ശിക്ഷ ഈ കള്ളന് കൊടുക്കേണ്ടതാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. എന്റെ വാക്കുകൾ രാജാവ് അംഗീകരിക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ. ഒരു ശിക്ഷ കൊടുക്കും. ഒരു ശിക്ഷ കൊടുക്കണം. എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കൂ ഈ കള്ളന്, പ്ലീസ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹമാണോ? അതെ, പ്രജകളുടെ ആഗ്രഹം സാധിച്ചു തരിക എന്നാണ് രാജാവിന്റെ ഉത്തരവാദിത്തം. ഇനി ഞാൻ മോഷ്ടിക്കത്തില്ല എന്നുള്ളത് ജനങ്ങളോട് മാപ്പ് പറയണം. ഉത്തരം. ഇനി ഞാൻ ഒരിക്കലും ഈ രാജ്യത്ത് മോഷ്ടിക്കത്തില്ല. അങ്ങനെ കള്ളനും പോലീസും എന്ന കളിയിലെ ലാസ്റ്റത്തെ കളിയാണ്. എല്ലാവരും മടുത്ത് അപ്പയൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം എല്ലാവരും ചോറുണ്ണാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ആൻഡ്രീസ പറഞ്ഞു ഒന്നും കൂടെ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നും കൂടെ ഇരുന്ന് അങ്ങനെ കുറിയിടുന്നതാണ്. അവളുടെ ഒരു സന്തോഷത്തിനാണ് എല്ലാവരും കൂടെ ഇരിക്കുന്നത്. വേറെ കുട്ടികളൊന്നുമില്ല അടുത്തെങ്ങും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയൊക്കെയാണ് അവൾ കളിക്കുന്നത്. ഇതിലിപ്പം ആൻഡ്രീസയാണ് പോലീസായിരിക്കുന്നത്. ഞാൻ ഈ കളി തുടങ്ങിയപ്പോൾ തൊട്ട് പകുതി തൊട്ടേ ഞാൻ മന്ത്രി തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൻഡ്രീസ പോലീസ്, അപ്പ കള്ളൻ, ചില സമയത്ത് അമ്മ പോലീസ്, ഇങ്ങനെയാണ് കൂടുതലും ഈ കളിയിൽ കള്ളനായിട്ട് അപ്പയും ആൻഡ്രീസയാണ് മാറി മാറി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് കള്ളൻ അപ്പ ആയതുകൊണ്ട് അപ്പ അങ്ങനെ അഭിനയിക്കുകയാണ്. അന്നേരം ആൻഡ്രീസ പറയാണ് അപ്പയല്ല, അപ്പയുടെ ഓവർ ആക്ടിങ്, അതുകൊണ്ട് അപ്പയാകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് അവൾ കറക്റ്റായിട്ട് അമ്മയാണെന്ന് പറയുന്നു. ഈ കളിയിൽ അമ്മ തന്നെയാണെന്ന് കള്ളൻ.
കള്ളനെ കണ്ടുപിടി, പെട്ടെന്ന് പറ. അപ്പനെ എനിക്ക് വലിയ സംശയം തോന്നുന്നുണ്ട്. അപ്പ മതി, അപ്പ ആക്ടിങ് മതി. എന്തായാലും അപ്പയല്ല, കാരണം അപ്പയുടെ ഓവറാക്ഷൻ തന്നെ എനിക്ക് മനസ്സിലാക്കാറുണ്ട്. അമ്മമ്മ അതാണ് ഒരു പോലീസുകാരൻ പുള്ളിയുടെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനായി മാറി നിയമം ശരിക്കും ഒരു കള്ളനെ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇന്ന് പുള്ളിക്ക് കിട്ടി. അതുകൊണ്ട് പുള്ളി കള്ളനെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ രാജാവിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഈ പോലീസിനെയാണ്. അതിനുണ്ട് പോലീസുകാരനായ അദ്ദേഹം എല്ലാ കളിതമാശകളും മാറ്റിവെച്ചുകൊണ്ട് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞു. അപ്പം ചോറുണ്ണാൻ പോവുകയാണ്. ആൻട്രിസ മാർക്കൊക്കെ കൂട്ടുകയാണ്. മാർക്കൊക്കെ കൂട്ടിയപ്പം ഞാനാണ് ജയിച്ചത്. അപ്പം എല്ലാവരോടും ഞാൻ ജയിച്ചതിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് കേൾക്കാം. ഒരു ഫണ്ണായിട്ട് ചെയ്താണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ഒരു അഭിപ്രായവും ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ല സന്തോഷമുള്ളൂ എല്ലാവർക്കും. പറയൂ. ഈ ഗെയിമിൽ പങ്കെടുത്ത അങ്ങേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. ചോറിൻ്റെ പറയാം. എനിക്ക് അതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം നിങ്ങൾ ഒത്തിരി നിയമപരമായിട്ട് ഒത്തിരി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ പൊക്കി വിട്ടിട്ട് ഈ ഗെയിമിൽ ആർക്കും സന്തോഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല.